നമ്മൾ ഇന്ന് വളരെ രുചികരവും വ്യത്യസ്തവുമായിട്ടുള്ളൊരു നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പഴുത്ത ചെറുനാരങ്ങയാണ്. ഈ ഒരു അച്ചാറിലേക്ക് നമ്മൾ നല്ല പഴുത്ത ചെറുനാരങ്ങ എടുക്കുക, അതുപോലെ ഇത്തിരി വലിപ്പമുള്ളതൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. ഇനി ആദ്യം നമുക്ക് കുറച്ചധികം വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പൊ നാരങ്ങ നമുക്കൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് ഈ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ചെറുതായിട്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് വേണം നാരങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ നാരങ്ങ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് നാരങ്ങ വെള്ളത്തിൽ നിന്ന് മാറ്റാം. 5 മിനിറ്റിന് ശേഷം ഞാൻ നാരങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ നാരങ്ങ നമ്മൾ സാധാരണ അച്ചാർ ഇടുമ്പോൾ തിളപ്പിച്ചെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കുന്ന പോലെ ആ ഒരു രീതിക്കൊന്നും വാട്ടിയെടുക്കണ്ട. ഇതിന്റെ തൊലി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി നമുക്ക് നാരങ്ങയുടെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കളയണം. അതിനുശേഷം നമുക്ക് ഓരോ നാരങ്ങയും 4 or 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലെ കുരുവെല്ലാം കംപ്ലീറ്റ് മാറ്റി കളയണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിവിടെ 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങനെ 6 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരുമിച്ചിടരുത്. 2 or 3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഈ ഒരു രീതിക്ക് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങോട്ട് അരഞ്ഞു പോവാൻ പാടില്ല. അതേസമയം വലിയ പീസസ് ഒന്നും ഉണ്ടാവാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മൾ നാരങ്ങ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ക്രഷ് ചെയ്ത് നാരങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മുഴുവനും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലെ എരിവ് മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാരങ്ങയിലേക്ക് 3/4 കപ്പ് പഞ്ചസാര വേണം. ഞാനൊരു 1/4 കപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നാരങ്ങയുടെ കൂട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കണ്ട. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ വെള്ളവും നാരങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. അപ്പൊ ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് പൊടിച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്ന അത്രയ്ക്കൊന്നും ചേർക്കണ്ട. ഈ ഒരു അളവിൽ തന്നെ ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ ഞാൻ പഞ്ചസാര ചേർത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ കുറഞ്ഞ ശർക്കര വേണമെങ്കിലും ചേർക്കാം. അപ്പൊ കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിരിക്കും. നല്ലൊരു മധുരവും പുളി എരിവ് എല്ലാം കൂടെ ചേരുന്ന ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ അച്ചാറിന്. ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ അച്ചാർ ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് അച്ചാർ ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഈ ഒരു പാകത്തിലാണ് നമ്മൾ അച്ചാർ ഓഫ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പൊ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്പൂണിലൊക്കെ കോരി എടുക്കുമ്പോൾ അച്ചാർ ഈ ഒരു രീതിക്ക് വേണം ഉണ്ടാവാനായിട്ട്. ഇതാണ് നമ്മുടെ അച്ചാറിന്റെ പാകം. അപ്പൊ എല്ലാം കൂടെ ഇതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വരണം. നല്ല കുറുകി നല്ലൊരു പാകത്തിലാണ് നമ്മുടെ ഈ അച്ചാർ വേണ്ടത്. ഇത് തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒരു നൂല് പോലെ വലിയണം. ഇതാണ് ഈ അച്ചാറിന്റെ ഒരു പാകം. അപ്പൊ നല്ലൊരു മധുരവും പുളിയും എരിവും എല്ലാം കൂടെ കലർന്നൊരു ടേസ്റ്റ് ആണ്. അപ്പൊ ബിരിയാണിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ മധുരത്തിലുള്ള അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ പോലെ നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.